ദുരന്ത മുഖത്തുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് BMTV ചാനലിലൂടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയം ഏതാണ്ട് 3:35 പുലർച്ചെ. പ്രധാനപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ ദുരന്തമുഖത്തു നിന്നും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് BMTV ന്യൂസ് ചാനൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത്. അതുകൊണ്ട് അതിന്റെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തുന്നതിനെ തുടർന്ന് സുരക്ഷ വയനാട്ടിൽ കർശനമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരിച്ചറിഞ്ഞ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയെന്നൊരു വാർത്ത കൂടി അറിഞ്ഞിട്ടിരുന്നു. യഥാർത്ഥത്തിൽ ഒരു ആയുസിന്റെ അധ്വാനത്തിൽ കെട്ടിപ്പടുത്ത വീടുകൾ, ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, ഇനി എങ്ങോട്ട് പോകും എന്ന ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്നവർ, ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മഹാമാരിക്ക് മുമ്പിൽ ബാക്കിയായവർ എന്ന് പറയുന്നു. ചിലപ്പോഴെങ്കിലും ക്യാമ്പിലൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ ജീവിതം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതം, ഇനി എങ്ങോട്ടാണ് നമ്മുടെ യാത്ര എന്ന ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും വയനാട്ടിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ. യഥാർത്ഥത്തിൽ ഇന്ന് വയനാട്ടിലൂടെ ഒഴുകുന്നത് യഥാർത്ഥത്തിൽ പുഴ എന്നതിനപ്പുറത്ത് കണ്ണീർ പുഴയാണ് യഥാർത്ഥത്തിൽ വയനാട്ടിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്ത് വിലയാണ് നമ്മൾ ഇവർക്ക് നൽകുക ഒന്ന് ചിന്തിച്ചു നോക്കൂ. 2019 ആവവേദന അതൊക്കെ വീണ്ടും മറന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ 2024 വീണ്ടും ഒരു കൊടും വേദനയിലൂടെ മുന്നോട്ട് പോകുന്നവർ, എല്ലാം കൊണ്ടും വേദനയുടെ നിമിഷങ്ങളിലൂടെയാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ഇപ്പോഴും പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. സൈനികർ ഉറങ്ങാതെ പാലത്തിന്റെ ആ പ്രവർത്തനങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ പാലത്തിന് പകരം മറ്റൊരു പാലം കൂടി പണിയുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നു. ഇന്ന് വൈകുന്നേരമാകും ഈ പാലം പൂർണ്ണമായിട്ട് പണി കഴിപ്പിക്കുവാനെന്ന് പറയുന്നുണ്ടെങ്കിലും സൈന്യവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, എത്രയും പെട്ടെന്ന്, അതായത് ഉച്ചയോടുകൂടി തന്നെ ഈ പാലത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പണി തീർക്കാൻ പറ്റും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിഭീകരമാണ്. കാരണം അവിടുത്തെ അവസ്ഥ, കാലാവസ്ഥയും അതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അതിഭീകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലുള്ളത്. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരാളുടെ കണ്ണിലേക്ക് കമ്പി തുളഞ്ഞു കയറിയ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഉടനെ തന്നെ അദ്ദേഹത്തിനെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ആളുടെ സ്ഥിതി ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മാത്രം ദയവ് ചെയ്ത് ഈ രക്ഷാപ്രവർത്തനങ്ങൾ പങ്കുചേരുക എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും മുന്നേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് വളരെയധികം ജാഗ്രത വേണമെന്ന് കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികൾ പറയുന്നുണ്ട്. എല്ലാം കൊണ്ടും വളരെ സൂക്ഷിച്ചിട്ട് വേണം. ഒരുപാട് പേര് പല പല ജില്ലകളിൽ നിന്നും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുവാൻ വേണ്ടി വയനാട്ടിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ സുരക്ഷ ഉറപ്പാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരെ സുരക്ഷയിലേക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ സുരക്ഷ എന്നുള്ളത് നമ്മുടെ കയ്യിലാണെന്നുള്ളത് കൂടി പറഞ്ഞുകൊള്ളട്ടെ. നമുക്കറിയാം BMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും അതുപോലെ തന്നെ സൊനാട്ട തിരുവനന്തപുരവും ചേർന്നിട്ട് മുണ്ടക്കൈ ദുരന്തത്തിന് വയനാടിന് ഒരു കൈത്താങ് എന്നുള്ള രീതിയിൽ ഒരു സ്നേഹ കൂട്ടായ്മ, അതായത് ഈ ഒരു മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ ഒരു ദുരിതം അനുഭവിക്കുന്നവർക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു കർമ്മം ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കും പ്രത്യേകിച്ചും അത് വ്യാപാര മേഖലയിലുള്ള ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണലി എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സ്നേഹ സംഗമത്തിൽ അല്ലെങ്കിൽ ഒരു കൈത്താങ്ങിലേക്ക് നിങ്ങൾക്കും പങ്കെടുക്കാം. ഈ ഒരു സ്നേഹ സംഗമത്തിൽ അത്യാവശ്യം വേണ്ട ഒരുപാട് സാധനങ്ങൾ ഇന്ന് താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ഇന്ന് രക്ഷപ്പെട്ടു വന്നവർ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നവരെ നമുക്ക് വളരെ അവരുടെ ഇപ്പോ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടൊക്കെ ശാരീരിക മാസകലം വളരെ വേദന അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അരി തൊട്ട് മെഡിസിൻ എല്ലാം A to Z പ്രോഡക്റ്റുകൾ വളരെ അത്യാവശ്യമായിട്ട്, ഇലക്ട്രോണിക് സാധനങ്ങൾ, ടോർച്ച് പോലുള്ള സാധനങ്ങൾ, ഇതൊക്കെ അത്യാവശ്യമായിട്ട് ഇപ്പോൾ നമുക്ക് വയനാട്ടിലേക്ക് ആവശ്യമുണ്ട്. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ചാനലിന്റെ വാഹനം
വയനാട്ടിലേക്ക് പോകുന്നുണ്ട്. പ്രത്യേകിച്ചും കൂടുതൽ വസ്ത്രങ്ങൾ, കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ, മുതിർന്നവർക്കുള്ള ഡ്രസ്സ്, വസ്ത്രങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്നേഹ കൂട്ടായ്മയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം സന്തോഷമാണ്. ഇനി നമുക്ക് ഈ സാധനം എത്തിച്ചേരാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ അവിടേക്ക് വന്നിട്ട് ഈ സാധനം കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കൈത്താങ്ങിന് നിങ്ങൾക്കും ഒരു ഭാഗമാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 8086 481 664 എന്ന നമ്പർ ഒന്നുകൂടി ദയവ് ചെയ്ത് എല്ലാവരും നോട്ട് ചെയ്യാം. 8086 481 664. അതോടൊപ്പം തന്നെ 8943 166 461, അതായത് 8943 166 461 എന്ന നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ദുരന്തമുഖത്തേക്ക് സാധനങ്ങളായിട്ട് പോകുന്നവർ ദയവ് ചെയ്ത് ഇപ്പോഴത്തെ ഒരു യാത്ര അല്പം ദുഷ്കരമാണ്. വയനാട്ടിൽ എത്തിച്ചേരുക എന്നുള്ളത് ഒരു അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് എത്തിക്കാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും തരാം. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ സ്വരൂപിക്കുന്ന ഈ സാധനങ്ങൾ എപ്പോഴും കലക്ടറുടെ സാന്നിധ്യത്തോടുകൂടി, തിരുവനന്തപുരം ജില്ലാ കലക്ടറുടെ സാന്നിധ്യത്തിലാണ് ഈ സാധനങ്ങൾ പൂർണ്ണമായും നമ്മൾ വയനാട്ടിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് കൂടി അറിയിച്ചു കൊള്ളട്ടെ. ശരി, അപ്പോൾ എന്തായാലും പുതിയ വാർത്തകളുണ്ട്. വരും മണിക്കൂറുകളിൽ പുതിയ വാർത്തകളായിട്ട് നമുക്ക് കാണാം. വാർത്തകൾ അവസാനിക്കുന്നില്ല. നമസ്കാരം.